തിരുവനന്തപുരം പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ എക്സൈസ് റെയ്ഡ് 20 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ഹോസ്റ്റൽ മുറികൾ പൊളിച്ചാണ് എക്സൈസ് അകത്തുകയറിയത്. 2 പേർ കസ്റ്റഡിയിൽ. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, കൂടുതൽ വിവരങ്ങൾ. അതിര തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണ് ഈ കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നത്. എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് 20 ഗ്രാം കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. 2 തമിഴ്നാട് സ്വദേശികളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു പോയെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. SFI അടക്കമുള്ള വിദ്യാർത്ഥികളെല്ലാം ഇവിടെയുണ്ട്. അവർ പറയുന്നത് ഈ ക്യാമ്പസിനുള്ളിൽ അത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നു എന്നുള്ള സംശയം SFIക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് പരാതി ഉന്നയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഈ പരിശോധന എന്നാണ് വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ഇവിടെയെല്ലാം റെയ്ഡ് നടത്തി വാതിലുകൾ തള്ളി പൊളിച്ചാണ് അപ്രതീക്ഷിതമായി റെയ്ഡ് നടത്തിയാണ് എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത്. 20 ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഇവിടെ ലഭിച്ചത്. അത് മുകളിലത്തെ ബ്ലോക്കിലെ ഒരു മുറിയിൽ നിന്നാണ്. അവിടെ നിന്ന് 2 തമിഴ്നാട് സ്വദേശികൾ താമസിച്ചിരുന്നതാണ്. അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. എന്നാൽ SFI പറയുന്നത് ഇവരാരാണെന്ന് അറിയില്ല, ഇതെങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഇവർ SFIയുമായി ഒരു തരത്തിലുള്ള ബന്ധവുമുള്ള ആളുകളല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇവിടെ തുടരുന്ന കാര്യം. അതോടൊപ്പം തന്നെ ഇതിനെ KSU പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ വിദ്യാർത്ഥികൾ കുറച്ചു നാളുകളായി തന്നെ ഈ കോളേജിൽ പരീക്ഷ ആകുന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് മടങ്ങണം, വീടുകളിലേക്ക് പോകണമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിരവധി വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് പോയ സമയമാണ് ഇവിടെ പരിശോധന നടക്കുന്നത്. ഏതായാലും ഈ 2 പേർ പിടികൂടിയ 2 പേർ ആരാണെന്നുള്ളതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് SFIക്കും ബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. ഇവരെങ്ങനെയാണ് ഇവിടെ മുറിയെടുത്തതെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നാണ് KSU നൽകിയിരിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോൾ 2 പേർ കസ്റ്റഡിയിലുണ്ട് എന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. 20 ഗ്രാം മാത്രമാണ് ലഭിച്ചതെന്നും പറയുന്നുണ്ട്. മറ്റു മുറികളിൽ പരിശോധന നടത്താത്തതിൽ KSU പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇനി അന്വേഷിച്ച് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. അതിര വിഷ്ണു, ഇപ്പോൾ 2 പേരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇപ്പോഴും അവിടെ പരിശോധന നടത്തുന്നുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് നേരത്തെ തന്നെ പരിശോധന കഴിഞ്ഞ് എക്സൈസ് സംഘം ഇവിടെ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. മാധ്യമങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ പരിശോധന വളരെ വേഗത്തിലാക്കിയാണ് എക്സൈസ് സംഘം ഇവിടെ നിന്ന് പുറത്തു പോയത്. ഇവിടെ മുറികളിൽ പരിശോധന നടത്തി. അതിൽ ഒരു മുറിയിൽ നിന്ന് മാത്രമാണ് ഈ കഞ്ചാവ് ലഭിച്ചിട്ടുള്ളത്. ഈ സാധാരണഗതിയിലുള്ള പരിശോധനയുടെ ഭാഗമായാണ് ഇവിടെ കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ SFI ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹോസ്റ്റലിനുള്ളിൽ സംശയമുണ്ട് അത് ചൂണ്ടിക്കാട്ടി എക്സൈസിന് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിശോധന എന്നാണ് SFIയുടെ വാദം. ഏതായാലും കൂടുതൽ പരിശോധന നടത്തി വളരെ വേഗത്തിൽ തന്നെ ഈ എക്സൈസ് സംഘം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. 2 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ശരി വിഷ്ണു.